السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഷംഫറയുടെ വളരെ പ്രസിദ്ധമായ ലാമിയത്തുൽ അറബാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ലാമിയത്തിലെ 22 ബൈത്തുകൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. 23ാമത്തെ ബൈത്ത് പറയുന്നത് വലൗല ഇജ്തിനാബു الذئم ലം യുൽഫ മശ്റബുൻ യുആശു ബിഹി ഇല്ലാ ലദയ്യ വമഅകലു. നമ്മൾ നേരത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അല്ലിമു ഔലാദക്കും ഖസീദത ശംഫറ ഫഇന്നഹാ തുഅല്ലിമുഹും മകാരിമൽ അഖ്ലാഖ്. ഇതിൽ ഓരോ വരിയിലും നമുക്ക് നല്ല സ്വഭാവങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഈ വരിയിൽ പറയുന്നത് ഞാൻ ആക്ഷേപത്തെ ഭയന്നിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞാൻ ആക്ഷേപത്തെ ഉപേക്ഷിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ആക്ഷേപം ഒരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ ലം യുൽഫ മശ്റബുൻ യുആശു ബിഹി, ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന വെള്ളം എത്തിക്കപ്പെടുകയില്ല. വമഅകലു, ആളുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണവും ലഭിക്കുകയില്ല. ഇല്ലാ ലദയ്യ, എന്റെ അടുക്കലല്ലാതെ. അപ്പൊ എനിക്ക് ആക്ഷേപത്തെ ഒരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് തിന്നാൻ ആവശ്യമായ വെള്ളമോ ഭക്ഷണമോ എന്റെ അടുത്തുനിന്നല്ലാതെ വേറെ എവിടുന്നും അവർക്ക് കിട്ടാൻ വഴിയുണ്ടാകുമായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇത് ആക്ഷേപത്തെ ഭയന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അതിനുള്ള ശക്തിയും പ്രാപ്തിയും എനിക്കുണ്ട്. നോക്കി 24ാമത്തെ ബൈത്ത് അതിന്റെ തുടർച്ചയാണ്. വലാകിന്ന നഫ്സൻ ഹുറത്തൻ ലാ തുഖീമു ബി അല الذئم ഇല്ലാ റൈസമ അതഹവ്വലു. പക്ഷേ നഫ്സൻ ഹുറത്തൻ, എന്റെ ആഭിജാത്യമുള്ള എന്റെ ശരീരം, ലാ തുഖീമു ബി അല الذئم, ലാ തുഖീമു ബി, എന്നെ നിലനിർത്തുകയില്ല, അല الذئم, ആക്ഷേപത്തിന്റെ മേൽ, എത്രയല്ലാതെ, ഇല്ലാ റൈസമ അതഹവ്വലു, ആക്ഷേപത്തിന് അർഹമായ ഒരു വിഷയം എന്നിൽ നിന്നുണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് തെന്നി മാറാൻ ആവശ്യമായ കേവലം മിനിറ്റുകൾ മാത്രമേ ഞാൻ ഈ ആക്ഷേപത്തിന് അർഹമായ വിഷയത്തിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താ? എന്റെ ആഭിജാത്യമുള്ള എന്റെ ശരീരം നിന്ദതയ്ക്ക് കൂട്ടുനിൽക്കുന്ന, ആക്ഷേപത്തിന് കൂട്ടുനിൽക്കുന്ന ഒന്നിനും ഉണ്ടാവുകയില്ല. ഇൻകേസിലെങ്ങാനും എന്നിൽ നിന്ന് ആക്ഷേപത്തിന് അർഹമായ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒന്ന് തെന്നി മാറാനുള്ള കേവലമായ മിനിറ്റുകൾ മാത്രമേ ഞാൻ ഈ ആക്ഷേപകരമായ കാര്യത്തിന്റെ മേൽ ഉണ്ടാവുകയുള്ളൂ. ഇത് നോക്കി നിങ്ങൾ, റൈസമ എന്ന് പറഞ്ഞാൽ കദ്റമ, വളരെ ചുരുങ്ങിയ സമയം എന്നർത്ഥം. അടുത്ത ബൈത്ത് നോക്കി നിങ്ങൾ. ഇതില് വളരെ ഇമ്പോർട്ടന്റ് ആയ ചില വേർഡുകൾ ഈ വലതുഭാഗത്ത് നിങ്ങൾ കാണുന്നുണ്ടാകും. ത്വബഅത്വി എന്ന് പറഞ്ഞാല് ചുരുട്ടുക, ഖംസ് എന്ന് പറഞ്ഞാല് വിശപ്പ്, അതുപോലെ ഹവായ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? ആമാശയങ്ങൾ. ഖുയൂത്വത്ത് എന്ന് പറഞ്ഞാല് നൂല്. മാരി എന്ന് പറഞ്ഞാല് ഒരു തരം നൂലാണ്. ആ നൂല് കൊണ്ട് നമ്മൾ കെട്ടിയാല് അത് അതിൽനിന്ന് പിരിച്ചെടുക്കാൻ കഴിയൂല. അത്രക്കും ശക്തമായ രീതിയിൽ കെട്ടാൻ കഴിയുന്ന ഒരു നൂലാണ്. തുഗാറു തുഫ്തലു, രണ്ടിന്റെ മീനിങ് എന്താണ്? ചുരുട്ടുക എന്നാണ്. നമുക്ക് നോക്കാം. അത്വി, ഞാൻ ചുരുട്ടും, അൽ ഹവായ, എന്റെ ആമാശയങ്ങളെ, അലൽ ഖംസി, വിശപ്പിന്റെ മേൽ. എന്ന് പറഞ്ഞാൽ എന്താ? വിശന്നാല് നമുക്കറിയാം, ചിലവരൊക്കെ വിശന്നാല്, നോമ്പിന്റെ സമയത്തൊക്കെ വിശന്നാൽ എന്താ ചെയ്യാ? ചുരുണ്ടുമൂടി കിടക്കും. എന്താ കാരണം? അങ്ങനെ നമ്മൾ ചുരുണ്ടുമൂടി കിടന്നാൽ നമുക്ക് വിശപ്പിൽ നിന്ന് ചെറിയൊരു ആശ്വാസം ലഭിക്കും. എന്നതുപോലെയാണ് ഇദ്ദേഹം പറയുന്നത്, അത്വി അൽ ഹവായ അലൽ ഖംസി, ഞാൻ എന്റെ ആമാശയങ്ങളെ വിശക്കുന്ന സമയത്ത് എന്താകും? ചുരുട്ടിപ്പിടിക്കും. ഏതുപോലെ ഇപ്പൊ നമുക്കറിയാം, ഖന്തക്കിന്റെ സമയത്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വയറ്റത്ത് സ്വഹാബത്തൊക്കെ ഒരു കല്ല് വെച്ച് പണിയെടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 2 കല്ല് വെച്ചിട്ടായിരുന്നു പണിയെടുത്തിരുന്നത്. എന്താ കാരണം? വിശപ്പ് അറിയാതിരിക്കാൻ വേണ്ടി.
അല്ലെ? അപ്പൊ അതേമാതിരി തന്നെയാണ് ചുരുണ്ടു മൂടി കിടക്കും ഈ വിശക്കുന്ന സമയത്ത്. വഅത്വി അൽ ഹവായ, ഞാൻ എൻ്റെ ആമാശയങ്ങളെ ചുരുട്ടി പിടിക്കും, അൽ ഹംസി വിശപ്പിന്റെ മേൽ. ഏതുപോലെ? കമൻ ത്വബത്ത്, ചുരുളുന്നത് പോലെ, ഹുയൂത്വത്ത് മാരിയിൻ, മാരിയെ എന്ന് പറയുന്ന നൂല്. ആ നൂല് എങ്ങനെ? തുഹാറു വത്തുഫ്തലു, അത് നന്നായി ചുരുട്ടപ്പെടും. അപ്പൊ മാരിയെ എന്ന് പറയുന്ന നൂല് നന്നായി ചുരുട്ടപ്പെടുന്നത് പോലെ ഞാൻ എന്താക്കും? എൻ്റെ ആമാശയങ്ങളെ വിശപ്പിന്റെ സമയത്ത് ചുരുട്ടിപ്പിടിക്കും. ഇതിന്റെ മലയാളം അർത്ഥപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിശപ്പ് സഹിച്ച് ചുരുട്ടിക്കെട്ടിയാൽ ഒരിക്കലും കുരുക്ക് അഴിക്കാൻ പറ്റാത്ത മാരി നൂലുകളെ പോലെ എൻ്റെ ആമാശയങ്ങളെയും ഞാൻ വിശപ്പിന്റെ മേൽ ചുരുട്ടിക്കെട്ടും എന്നർത്ഥം. ഓക്കെ, അടുത്ത ബൈത്ത് നോക്കാം. വഅഗ്ദു അലൽ ഖൂതി സഹീദി കമാ ഗദാ അസല്ലു തഹാദാഹുൻ നതായിഫു അത്ഹലു. നതായിഫു എന്നാണ് കേട്ടോ ഈ ബൈത്തിലുള്ളത്. നോക്കി നിങ്ങൾ, ഇതിന്റെ നസ്രിയായ രൂപം കൊടുത്തിട്ടുണ്ട്. വഅഗ്ദു അലൽ ഖൂതി സഹീദി കമാ ഗദാ ദിഅ്ബുൻ അസല്ലു അത്ഹലു തഹാദാഉൻ നതായിഫു. നമുക്ക് ഓരോന്നിന്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. ഖൂത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഭക്ഷണം എന്നാണ്. സഹീദ് എന്ന് പറഞ്ഞാലോ? സുഹദ് എന്ന് പറഞ്ഞാൽ എന്താ? ത്യാഗം. സഹീദ് എന്ന് പറഞ്ഞാൽ ത്യജിക്കാവുന്ന രീതിയിലുള്ള എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ എന്നർത്ഥം. കഥ എന്ന് പറഞ്ഞാൽ രാവിലെ പോവുക. അസല് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ സൈഡിൽ കാണുന്നുണ്ടാകും. അസല് എന്നതിന്റെ വാക്കർത്ഥം ചാര നിറത്തിലുള്ള എന്നാണ്, തവിട്ട് നിറത്തിലുള്ള. അവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ചെന്നായ, തവിട്ട് നിറത്തിലുള്ള ഒരു ചെന്നായ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പറയാം. പിന്നെ തഹാദ എന്ന് പറഞ്ഞാൽ അർത്ഥം ഹദിയ. അതിൽ നിന്നാണ് തഹാദ എന്നുള്ള വേർഡ് വരുന്നത്. പരസ്പരം ഹദിയ നൽകുക എന്നർത്ഥം. പിന്നെ തനൂഫത്തുൻ ജംബ് തനായിഫ് എന്ന് പറഞ്ഞാല് മരുഭൂമി. അത്ഹലു എന്ന് പറഞ്ഞാലാണ് തവിട്ട് നിറത്തിലുള്ള ചാര നിറത്തിലുള്ള അർത്ഥം. അസല് എന്ന് പറഞ്ഞാല് നല്ല വേഗത്തിൽ ഓടാൻ കഴിയുന്ന മെലിഞ്ഞ എന്നർത്ഥം. ഓക്കെ, ഞാൻ രാവിലെ പോകും അലൽ കൂത്തി സഹീദി, കുറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ രാവിലെ പോകും. ഏതുപോലെ? കമാ ഗദാ, രാവിലെ പോകുന്നത് പോലെ. ആര്? ദിഅ്ബുൻ, ഒരു ചെന്നായ. ദിഅ്ബ് എന്ന് പറയുന്ന മൗസൂഫ് അവിടെ കളയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ കമാ ഗദാ, രാവിലെ പോകുന്നത് പോലെ. ആര്? ദിഅ്ബുൻ, ചെന്നായ. എങ്ങനത്തെ ചെന്നായാണ്? അസല്ലു. അസല്ലു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വളരെ വേഗത്തിൽ ഓടാൻ കഴിയുന്ന, മെലിഞ്ഞ. രണ്ടും കൂടിയുള്ള അർത്ഥമാണ് അസല്ല്, മെലിഞ്ഞ എന്നർത്ഥം. അപ്പൊ അസല്ലു വളരെ മെലിഞ്ഞ ചെന്നായ രാവിലെ പോകുന്നത് പോലെ. അത്ഹലു തവിട്ട് നിറത്തിലുള്ള ചാര നിറത്തിലുള്ള ചെന്നായ. എവിടുക്കാ പോകുന്നത്? അങ്ങനെ പോകുമ്പോ തന്നെ അതിനെ ഒന്നിനു പിറകെ ഒന്നായി അതിനെ വെൽക്കം ചെയ്യുന്നത്. തഹാദാഉ, ആ ചെന്നായയെ ഹദിയയായി സ്വീകരിക്കുന്നത് അത്തനായിഫു, മരുഭൂമികളാണ്. നോക്കി ഇതിന്റെ മറ്റാർത്ഥം നോക്കി നിങ്ങള്. ഭക്ഷണമില്ലാത്തതിനാൽ മെലിഞ്ഞ വേഗത്തിലോടുന്ന, അത് അസലിന്റെ അർത്ഥമാണ് രണ്ടും കൊടുത്തിട്ടുള്ളത്. മെലിഞ്ഞ വേഗത്തിലോടുന്ന ചാര നിറമുള്ള ചെന്നായയെ ഒന്നിനു പിറകെ ഓരോ മരുഭൂമിയും സ്വീകരിക്കുമ്പോൾ ഓടുന്ന പോലെ ഞാനും രാവിലെ കുറഞ്ഞ ഭക്ഷണം കഴിച്ച് ഓടും. എന്തിനു വേണ്ടി? ഇര പിടിക്കാൻ വേണ്ടി. അപ്പോ ഇദ്ദേഹത്തെ ചെന്നായയോടാണ് ഉപമിക്കുന്നത്. ഇദ്ദേഹത്തിന് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ല. അപ്പൊ രാവിലെ കൂട് വിട്ടിറങ്ങുന്ന ചെന്നായ, പിന്നെ തവിട്ട് നിറത്തിലുള്ള മെലിഞ്ഞ വേഗത്തിൽ ഓടാൻ കഴിയുന്ന ചെന്നായ അല്പം ഭക്ഷണം കഴിഞ്ഞിട്ട് കൂട് വിട്ട് ഇറങ്ങുന്നത് പോലെ ഞാനും എന്താകും? കൂട് വിട്ട് ഇറങ്ങും എന്നർത്ഥം. ഗദാ, ഇതിവിടെ ചെന്നായിനെ പറ്റി ബാക്കി വിശേഷിപ്പിക്കാണ്. ഗദാ ത്വാവിയൻ യുആരിദു റീഹ ഹാഫിയ യഖൂതു ബിഅദ്നാബി ശിആബി വയഅസിലു. ഗദാ, ആ ചെന്നായ രാവിലെ പോകാൻ. എങ്ങനെ പോണത്? ത്വാവിയൻ, വിശന്നുകൊണ്ടാണ് പോകുന്നത്. എന്നിട്ടോ യുആരിദു റീഹ, കാറ്റിനെ ഭേദിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട്. ആറല എന്ന് പറഞ്ഞാൽ അർത്ഥം പിന്നെ അതിനെ നേരിടും. അപ്പൊ കാറ്റ് അവിടെ നിന്ന് ഇങ്ങനെ അടിക്കുമ്പോ അതിനെ നേരിട്ട് കൊണ്ട് വിശന്നുകൊണ്ടാണ് ഈ ചെന്നായ പോകുന്നത്. എന്നിട്ടോ ഹാഫിയ,
ഭയങ്കര വേഗതയിലാണ്. ഹാഫിയൻ മുസ്രിയൻ, വളരെ വേഗതയിലാണ് രാവിലെ പോകുന്നത്. പോയിട്ട് യഹൂത്തു, ഹാത്ത യഹൂത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം കീറി മുറിക്കുക എന്നർത്ഥം. യഹൂത്തു, ഈ ചെന്നായ തന്നെ കീറി മുറിക്കുന്നു. ബി അദ്നാബി ശിആബി, ശിആബ് എന്ന് പറഞ്ഞാൽ മലമ്പാത. അപ്പൊ മലമ്പാതയുടെ വക്കുകളെ കീറി മുറിക്കുന്നു. വ യഅ്സിലു, അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അസല വറബ എതിരിപ്പ് വസനില് അസല യഅ്സിലു എന്ന് പറഞ്ഞാൽ ഓടുക എന്നർത്ഥമുണ്ട്. അപ്പോ ഈ പിന്നെ ചെന്നായ വിശന്നുകൊണ്ട് കാറ്റിന് അഭിമുഖമായി കൊണ്ട് ശക്തമായ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഞ്ചരിക്കുമ്പോൾ പിന്നെ ഒരു മലമ്പാതയുടെ വക്കിൽ ചവിട്ടിയിട്ട് നേരെ അപ്പുറത്തെ മലമ്പാതയുടെ വക്കിലേക്ക് ഇങ്ങനെ വളരെ വേഗത്തിൽ കീറി മുറിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേതാണ് അർത്ഥം? സനബ് എന്ന് പറഞ്ഞാൽ ശരിക്ക് വാല് എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ വക്ക് എന്നാണ്, അല്ലെ? അങ്ങനെ ഫലമ്മാ ലവാഹുൽ ഖൂതു മിൻ ഹൈസു അമ്മഹു ദഅ ഫഅജാബതുഹു നളായിറു നുഹലൂ. ലവ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അശക്തനാക്കുക, തിരിഞ്ഞു കളയുക എന്നൊക്കെയാണ് ലവന്റെ അർത്ഥം. അമ്മ എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുക. പിന്നെ നളീറത്തുൻ ജമ്മു നളായിർ എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഉള്ളത്, സാദൃശ്യമായത്. നുഹലു എന്ന് പറഞ്ഞാല് മെലിഞ്ഞത് എന്നർത്ഥം. നോക്കി, ഫലമ്മ ലവാഹുൽ ഖുത്, ഈ ചെന്നായ രാവിലെ എന്തായി? ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. പക്ഷെ ഫലമ്മ ലവാഹുൽ ഖൂത്തു, ഈ ചെന്നായയെ അശക്തമാക്കിയപ്പോൾ, എന്തായാലും കൂത്തു ഭക്ഷണം, അതല്ലെങ്കിൽ ഭക്ഷണം തിരിഞ്ഞു കളഞ്ഞപ്പോൾ, ചെന്നായയെ തൊട്ട് ഭക്ഷണം തിരിഞ്ഞു കളഞ്ഞപ്പോൾ, എവിടുന്ന്? മീൻ ഹൈസു അമ്മഹു, ഈ ചെന്നായ ഉദ്ദേശിച്ചിടത്ത് നിന്ന്. ചെന്നായ മരുഭൂമിയിൽ നിന്ന് മറ്റേ മരുഭൂമിയിലേക്ക് വേഗത്തിൽ ഇങ്ങനെ ഓടി പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ നിന്ന് ഭക്ഷണം ലഭിക്കാതെ ഈ കൂത്ത് ഈ ചെന്നായത്തോട്ട് തിരിഞ്ഞു കളഞ്ഞപ്പോൾ അവിടെ മലന്റെ മേലെ ചെന്ന് കണ്ട് ആർത്തട്ടഹസിച്ചു, വിളിച്ചു. അപ്പോ അവിടുന്ന് എക്കോ അല്ല, ഫഅജാബതുഹു, ഈ ചെന്നായക്ക് പ്രത്യുത്തരമായി നൽകി, അതിന്റെ വിളിക്ക് ഉത്തരം നൽകി. നളായിറു, ഇതുപോലത്തെ, ഏതുപോലത്തെ? നമ്മുടെ ചെന്നായ എങ്ങനെയാണ്? തവിട്ട് നിറത്തിലുള്ള മെലിഞ്ഞതാണ്. അതേപോലത്തെ അവിടുന്ന് ഭക്ഷണം കിട്ടാത്തതിന്റെ പേരില് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ചെന്നായകളും മറുപടി നൽകി. അവകൾ തന്നെ നുഹലു, നെഹീൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെലിഞ്ഞ. അപ്പൊ മെലിഞ്ഞ ചെന്നായകൾ ഇതിന് ഉത്തരമായിട്ട് ഇതുകൊണ്ട് അട്ടഹസിച്ചപ്പോൾ അവിടുന്ന് ഏയ് എന്ന് അവിടുന്ന് അട്ടഹസിച്ചു എന്നർത്ഥം. മുഹൽഹാലത്തുൻ, വേറെ വായത്തിലുള്ളത് മുഹല്ലലത്തുൻ എന്നാണ്. മുഹല്ലലത്തുൻ ശീബുൽ വുജൂഹി കഅന്നഹാ ഖിദാഹും ബികഫയ്യാ സിരിൻ തതഖൽഖലൂ. നോക്കിങ്ങള്, മുഹൽഹാലത്തുൻ ശീബുൽ വുജൂഹി കഅന്നഹാ ഖിദാഹുൻ ബികഫൈ യാസിരിൻ തതഖൽഖലു. ഈ ബൈത്തിൽ പറയുന്നത് പിന്നെ ചെന്നായകളെ പറ്റി തന്നെയാണ്. നമ്മുടെ ചെന്നായ, ഈ കവി ശംഫറ രാവിലെ കുറഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങുന്ന ചെന്നായ പോലെയാണ് എന്ന് പറഞ്ഞു. ഈ ചെന്നായ ഭക്ഷണം തേടിക്കൊണ്ട് മലക്ക് മുകളിൽ കയറി അട്ടഹസിച്ചപ്പോൾ ഇതേപോലെ മെലിഞ്ഞൊട്ടിയ, കഴിക്കാൻ ഭക്ഷണം ലഭിക്കാത്ത ചെന്നായകളും ഈ ചെന്നായയുടെ വിളിക്ക് ഉത്തരം നൽകുന്നതാണ്. ആ ചെന്നായകളെ പറ്റിയാണ് ഇനി ബാക്കി പറയുന്നത്. മുഹൽഹലത്തുൻ, മാംസം കുറഞ്ഞവയാണ്. ഷീബുൽ വുജൂഹി, അവയുടെ മുഖം വിവർണമായവയുമാണ്. കഅന്നഹ, ഈ ചെന്നായകൾ ആയതുപോലെയുണ്ട്. ഖിദാഹുൻ, അമ്പുകൾ, ഖിദുഹുൻ ജമ ഖിദാഹ് എന്ന് പറഞ്ഞാൽ അമ്പുകളായതുപോലെയുണ്ട്. ബി കഫൈ യാസിരിൻ, ചൂതാട്ടക്കാരന്റെ രണ്ട് കൈകളിലുള്ള അമ്പുകൾ ആയതുപോലെയാണ്. എങ്ങനത്തെ അമ്പുകളാണ്? തത്തക്കലക്കലു, ഈ ചൂതാട്ടക്കാരന് ഇതിങ്ങനെ ഇളക്കുമ്പോൾ തന്റെ കയ്യിൽ ഒരു പാത്രം ഉണ്ടാവും. നമുക്ക് ചൂതാട്ടത്തിനെ കുറിച്ച് ആദ്യം അറിയണം. എന്താണ് ചൂതാട്ടം? പണ്ട് കാലത്ത് പിന്നെ വലിയ ഒട്ടകത്തിനൊക്കെ വാങ്ങും ജാഹിലിയ കാലത്തുള്ള ആളുകൾ. എന്നിട്ട് പിന്നെ ഈ ഒട്ടകത്തിനെ വാങ്ങിയിട്ട് അതിന്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ചൂതാട്ടത്തിലൂടെയാണ്. മൊത്തം 10 അമ്പുകളാണ് ഉണ്ടാവുക. ചൂതാട്ടക്കാരന് എന്താവും? മൊത്തം 10 അമ്പുകൾ ഉണ്ടാക്കും.
ഏഴെണ്ണത്തിലെ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിൽ ഓരോന്നിനും ഓഹരി ഉണ്ടാകും. 3 അഗഫാല് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് കിട്ടുന്നവനിക്ക് എന്തുണ്ടാവില്ല, ഒരു ഓഹരിയും ലഭിക്കൂല. അപ്പോ പിന്നെ അനുസരിച്ചിട്ടാണ് ഈ ഒട്ടകത്തിന്റെ വില നിശ്ചയിക്കുന്നത്. നമുക്ക് ചൂതാട്ടത്തിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം ഇവിടെ കാണാം. ഇതാ ഖിദാഹുൽ മൈസിർ. മിൻഹ. അപ്പൊ മൊത്തം എത്ര ഉണ്ടാവും? 10 അമ്പുകൾ. മരത്തുമ്മൽ നിന്നാണ് ഈ അമ്പുകൾ ഉണ്ടാക്കുക. അതിൽ 7 കിട്ടിയാൽ അതിൽ നിന്ന് ഈ ഒട്ടകത്തിൽ നിന്ന് ഓഹരി ലഭിക്കും. 3 അഗ്ഫാൽ എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്നവർക്ക് ഒന്നും കിട്ടൂല. അവര് സപ്പോസ് 10 ആൾ കൂടി പങ്കെടുക്കുന്ന ഒരു ചൂതാട്ടത്തില് ഇയാള് ചൂതാട്ടക്കാരൻ എന്താകും, ഈ അമ്പുകൾ ഇങ്ങനെ കുലുക്കും. ഇങ്ങനെ കുലുക്കുമ്പോൾ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇതിന് ഫദ്, അതിന് പേര് എഴുതിയിട്ടുണ്ടാകും. ഫദ് എന്നാണെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒട്ടകത്തിന്റെ ഒരു ഓഹരിയാണ് ലഭിക്കുക. അങ്ങനെ തൗഅം എന്ന് പറഞ്ഞാൽ 2 ഓഹരി ലഭിക്കും. റഖീബ് എന്ന് പറഞ്ഞാൽ 3 ഓഹരി. ഹിൽസ് എന്ന് പറഞ്ഞാൽ 4 ഓഹരി. നാഫിസ് എന്ന് പറഞ്ഞാൽ 5 ഓഹരി. മുസ്ബിൽ എന്ന് പറഞ്ഞാൽ 6 ഓഹരി. അൽ മുഅ്ലൽ അഖീർ, അൽ മുഅ്ല എന്നത് കിട്ടിയാൽ 7 ഓഹരിയാണ് കിട്ടുക. നേരെ മറിച്ച് ഓഹരി ഇല്ലാത്തതുണ്ടല്ലോ, അപ്പൊ സഫീഹ്, മനീഹ്, വഗ്ദ്, ഈ 3 ഓഹരികൾ, ഈ 3 ഒരാളിപ്പോ എന്തായി, ഒരു അമ്പാണ് സെലക്ട് ചെയ്തപ്പോ ഈ 3ൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണ് കിട്ടിയതെങ്കിൽ അയാൾക്ക് ഒന്നും കിട്ടുകയുമില്ല. മറിച്ച് ഇവരാണ് എന്താവേണ്ടത്, ആ ഒട്ടകത്തിന്റെ കാശ് എടുക്കേണ്ടത്. ഇതാണ് ചൂതാട്ടത്തിന്റെ സിസ്റ്റം. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒട്ടകങ്ങൾ വളരെ മെലിഞ്ഞ ഒട്ടകങ്ങളാണ്. മുഹൽഹലത്തുൻ, ദഖീഖത്തു ജിസ്മി, ഇറച്ചി കുറഞ്ഞവയാണ്. വേറെ റിവായത്തിൽ മുഹല്ലലത്തുൻ എന്ന് പറയുന്നുണ്ട്. മുഹല്ലലത്ത് എന്ന് പറഞ്ഞാൽ ഹിലാല് പോലെ. ഹിലാൽ എങ്ങനെയൊക്കെ ഇങ്ങനെ പിന്നെ തേങ്ങാപ്പൂട് പോലെ അല്ലേ? അതാ പറയുന്നത് മുഹല്ലലത്തുൻ, വളഞ്ഞവയുമാണ്. ഷീബുൽ ഉജൂഹി, പിന്നെ ഷെയ്ബ് എന്ന് പറഞ്ഞാൽ അർത്ഥം നിര എന്നാണ്. ഷീബുൽ ഉജൂഹ്, മുഖം നിരക്കുക എന്ന് പറഞ്ഞാൽ തല നിരക്കുമ്പോൾ തലത്തിന് നിറം മാറുക, മുഖം നിരക്കുമ്പോൾ മുഖത്തിന് നിറം മാറുക, അതാണ് വിവരണമാവുക. കഅന്നഹ, ഈ ചെന്നായ്കളായതുപോലെയാണ്. ഖിദാഹുൻ തതഖൽഖലു, ചലിക്കുന്ന പിന്നെ അമ്പുകളായതുപോലെയുണ്ട്. എവിടെ? ബികഫൈ യാസിരിൻ, ചൂതാട്ടക്കാരന്റെ 2 കൈകളിലുമുള്ള.